എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ ഇന്ന് രാവിലെ ഉള്ള ഒരു കാലാവസ്ഥയാണ് കേട്ടോ. രാവിലെ എണീറ്റ് വന്ന് ഒരു കട്ടൻ ചായ ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ പാല് വാങ്ങിക്കാനൊക്കെ പാത്രം വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ പാല് കിട്ടിയിട്ടില്ല. അപ്പോൾ ഇനി രാവിലത്തെ ഭക്ഷണം ഉണ്ടാക്കണം. അപ്പോൾ ഇന്ന് ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ ഇന്നലെ രാത്രി തന്നെ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ഇടിയപ്പം ഉണ്ടാക്കാനായിട്ട് കൈ കൊണ്ട് ഇങ്ങനെ കറക്കി എടുക്കാൻ ഭയങ്കര പാടാ. അപ്പൊ മക്കൾ രണ്ടുപേരും എണീറ്റ് വന്നിട്ട് അവർ ഇടിയപ്പം ഉണ്ടാക്കുന്നുണ്ട്. രണ്ടുപേരും കൂടെ ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി, അപ്പം, അങ്ങനെയുള്ള പുട്ട് ഇതൊക്കെയാണ് ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ ഇടിയപ്പം ഞാൻ ഇത് കൈക്ക് വയ്യാത്തതുകൊണ്ട് ഞാൻ കുറച്ച് ദിവസത്തേക്ക് മാറ്റി വെച്ചിരിക്കുകയായിരുന്നു. അപ്പൊ അവർക്ക് ഇടിയപ്പം കഴിക്കണമെന്നും പറഞ്ഞുകൊണ്ട് വന്ന് ഉണ്ടാക്കുവാണ്. അപ്പൊ ഞാൻ മുട്ട റോസ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞപ്പോഴാണ് അവർ എണീറ്റ് വന്നിട്ട് ഇടിയപ്പം ഉണ്ടാക്കുന്നത്. അപ്പൊ ഞാൻ ഈ സമയത്ത് മോളുടെ അടുക്ക് പോയിട്ടുണ്ടായിരുന്നു. കുഞ്ഞു തൊട്ടില് ഉറങ്ങിയായിരുന്നു. തൊട്ടിലാണ് കിടത്തിയിരുന്നത്. അപ്പൊ ഇതാകുമ്പോഴത്തേക്ക് നമുക്ക് കൊതുകിന്റെ ശല്യമൊന്നും ഇല്ല. നല്ല നെറ്റൊക്കെ ഇട്ട് കവർ ചെയ്തതാണേ. നല്ലൊരു പ്രോഡക്റ്റാണ്, നമ്മൾ ഓൺലൈൻ വാങ്ങിച്ചതാണ്. അപ്പോൾ കുഞ്ഞിന് സുഖമായിട്ട് ഉറങ്ങാൻ പറ്റും. അപ്പോൾ ആള് ഉണർന്നിട്ടുണ്ടായിരുന്നേ. ഞാൻ പിന്നെ കളിക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് കാണിച്ചൊക്കെ കൊടുത്ത് കുറച്ച് സമയം തൊട്ടിൽ തന്നെ കിടത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ തൊട്ടിൽ തന്നെ നമുക്ക് ഇടാൻ പറ്റുന്ന ഒരു കിലുക്കനുണ്ട്. അപ്പോൾ അത് ഈ നെറ്റ് കവർ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതെടുത്ത് മാറ്റുമായിരുന്നു. അപ്പം ഞാൻ അതെടുത്തിട്ടുണ്ടോന്നൊന്ന് കാണിച്ചു നോക്കിയതാണ്. ഭയങ്കര ഇഷ്ടമാണ് അത് കാണുമ്പോഴത്തേക്ക്. അങ്ങനെ അത് നോക്കിയിട്ട് ഇങ്ങനെ മൂച്ച് പിടിച്ചൊക്കെ കിടക്കും കുറച്ച് സമയം. അങ്ങനെ കുഞ്ഞുമായിട്ട് കുറച്ച് സമയം കളിച്ച് അങ്ങനെ ഞാൻ അവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. ഇത് ഇപ്പോൾ കുഞ്ഞിൻ്റെ കൂടെ നമ്മൾ ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് സമയം പോണതേ അറിയത്തില്ല. എത്ര സമയം വേണമെങ്കിലും നമുക്ക് അങ്ങനെ ഇരിക്കാനൊക്കെ പറ്റും. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മക്കൾ ഇവിടെ ഇടിയപ്പമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ, മുട്ട റോസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇടിയപ്പം മുട്ട റോസ്റ്റ് വരുന്നത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് എല്ലാവർക്കും. അങ്ങനെ കാപ്പൂടി ഒക്കെ കഴിഞ്ഞ് പിന്നെ ഉച്ചയ്ക്ക് ചോറിനായിട്ട് നമുക്ക് എന്തെങ്കിലും കറികൾ തന്നെ നേരത്തെ ഉണ്ടാക്കണമല്ലോ. അപ്പം മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. കണ്ണിയിലെന്ന് പറഞ്ഞ മീനാണ് കിട്ടിയത് കേട്ടോ. ഇന്നത്തെ കാലാവസ്ഥയും നല്ലതാണ്. ഇന്നും അങ്ങനെ മഴയൊന്നുമില്ല, നല്ല വെയിലൊക്കെ തന്നെയാണ്. അപ്പോൾ പാവയ്ക്ക് ഒരു ചെറുതിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മെഴുക്ക് പുരട്ടിയാക്കാന്ന് വെച്ചിട്ട് ഞാനത് അടപ്പത്ത് വെച്ചതാണേ. വറയിലേക്ക് ഇട്ടതാണ്. ഇവിടെ പാവയ്ക്ക വെക്കുകയാണെങ്കിൽ വേറെ മക്കളാരും കൂട്ടത്തില്ല. ഞാനും ചേട്ടനും മാത്രമേ പാവയ്ക്ക മെഴുക്ക് പുരട്ടി കൂട്ടുകയുള്ളേ. അപ്പോൾ അത് മെഴുക്ക് പുരട്ടാൻ വെറുതെ കളയണ്ടല്ലോ എന്ന് വെച്ചിട്ട് ഞാനത് വറയിലേക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് വേറെ എന്തെങ്കിലും ചെയ്യണം. അപ്പോൾ ക്യാബേജ് ഉണ്ട്. ക്യാബേജ് സിമ്പിളായിട്ട് തോരൻ വയ്ക്കാൻ വേണ്ടിയിട്ടാണ്. സിമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ അരച്ചൊന്നും ഇടുന്നില്ല. തേങ്ങ, പച്ചമുളക്, സവോള, ക്യാബേജ്, ഉപ്പ് ഇതെല്ലാം കൂടെ ഒന്ന് തിരുമ്പണം. കൈ കൊണ്ട് തന്നെ നന്നായിട്ട് തിരുമ്മി പിടിപ്പിച്ച് വയ്ക്കും. ഒരു 10 മിനിറ്റ് അങ്ങനെ വെച്ചിട്ട് നമുക്കത് വറയിലേക്ക് ഇട്ടിട്ട് തോരനാക്കി എടുക്കണം. അപ്പം മീൻ കിട്ടിയത് ക്ലീൻ ചെയ്ത് തേങ്ങ അരപ്പൊക്കെ ആയിട്ട് ഞാൻ കറി അടപ്പത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. കറി ഒന്ന് തിളച്ച് വരുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ക്യാബേജ് ഞാൻ വറയിലേക്ക് ഇട്ടിട്ടുണ്ട്. അപ്പോൾ വറയിലിടുമ്പോൾ ഞാൻ ആദ്യം എണ്ണ ഒഴിച്ചിട്ട് കടുകിട്ടും. കടുകിട്ട് പൊട്ടിയാൽ ഉടനെ തന്നെ ഉഴുന്നുപരിപ്പ് അല്പം ഇട്ടിട്ടാണ് ഈ തിരുമ്പി വെച്ചിരിക്കുന്ന ക്യാബേജിൻ്റെ കൂട്ടും കൂടെ അതിലേക്ക് ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുത്താൽ മതി. ഒരുപാട് വെന്ത് പോകരുത്. നല്ല ടേസ്റ്റാണ് ഇങ്ങനെ എടുക്കാനായിട്ട്. ഒരുപാട് സമയവും വേണ്ട, പെട്ടെന്ന് റെഡിയാക്കിയൊക്കെ എടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ഊണിനുള്ള വിഭവങ്ങളൊക്കെ ഞാൻ തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ചോറായി, പിന്നെ അതേ മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ പാവയ്ക്ക, പിന്നെ മീൻകറി വെച്ചപ്പോഴത്തേക്ക് ഞാൻ അതിൽ നിന്നൊരു 3-4 കണ്ണിയില ഞാൻ മാറ്റി വെച്ചു കേട്ടോ. മക്കൾ ഈ കറി വെച്ച് കഴിഞ്ഞാൽ അവർ കൂട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനത് ഫ്രൈ ചെയ്തെടുത്ത് പിന്നെ 2-3 പച്ചയ്ക്ക കിടന്നിട്ട് പഴുത്തു പോകും കിടന്നെന്ന്. അപ്പോൾ അതും ഒന്ന് തോരനാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഉച്ചയ്ക്കുള്ള ഊണിനുള്ള പരിപാടിയൊക്കെ റെഡിയാക്കി വെച്ച് അങ്ങനെ ഊണൊക്കെ കഴിച്ചു കേട്ടോ. ഊണ് കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് മോളെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ ഞാൻ പോകാനിരുന്നപ്പോഴത്തേക്ക് മോൻ എന്നോട് പറഞ്ഞ് അമ്മ പോകണ്ട, ഞാൻ അവളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിക്കോളാം എന്ന് പറഞ്ഞ്. കാരണം എന്താണെന്ന് വെച്ചാൽ അനുക്കുട്ടി കുഞ്ഞിനെ എടുത്തുന്ന ഇടയ്ക്കൊന്നും കുഞ്ഞ് സമ്മതിക്കത്തില്ല, ഭയങ്കര കരച്ചിലായിരിക്കും. അപ്പോൾ ഞാനിവിടെ നിന്നില്ലെങ്കിൽ ശരിയാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ്. അതുപോലെ തന്നെ കുഞ്ഞ് നല്ല കരച്ചിലുമൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ എടുത്തിട്ട് വന്ന് കുറേ സമാധാനിപ്പിച്ച് അങ്ങനെ ഉറക്കിയായിരുന്നേ. ഇങ്ങനെ കയ്യിലെടുത്ത് ഇങ്ങനെ അനക്കി ഇരിക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട്. അങ്ങനെ കുഞ്ഞ് ഉറങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയി കിടത്തിയിട്ട് പിന്നെ പഴം ഇരിപ്പുണ്ടായി, പഴംപൊരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ പഴം എടുത്ത് ഞാൻ എല്ലാം ഒന്ന് മുറിച്ചൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ മാവുമൊക്കെ റെഡിയാക്കിയൊക്കെ വെച്ച്. അപ്പം മക്കൾ പോയിട്ട് വന്നിട്ടുണ്ട്. അവർ ഡോക്ടറെ കണ്ട്. അപ്പോൾ ഡോക്ടർ പറഞ്ഞനുസരിച്ച് ഈ കമ്പ്യൂട്ടർ നോക്കുമ്പോൾ നമ്മൾ വെക്കുന്ന ഗ്ലാസ് ഇല്ലേ, അപ്പോൾ അതൊരെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഗ്ലാസ് വെച്ചിട്ടേ
കമ്പ്യൂട്ടറിലൊക്കെ നോക്കാവുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ തലവേദന ഉണ്ടാകുന്നത്. സ്ഥിരമായിട്ട് വയ്ക്കേണ്ട, ഫോൺ നോക്കുമ്പോഴും TV കാണുമ്പം അതുപോലെ തന്നെ ഇങ്ങനെ കമ്പ്യൂട്ടർ നോക്കുമ്പം. അപ്പോൾ അതിനായിട്ട് കണ്ണടയും വാങ്ങിച്ചിട്ടാണ് വന്നത്. അപ്പോൾ കണ്ണട ഉടനെ കിട്ടുമെന്നൊന്നും നമ്മൾ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. പറഞ്ഞു വിട്ടെങ്കിലും അവിടെ കണ്ണ് ടെസ്റ്റ് ചെയ്തിട്ട് ഒരു 1-2 ദിവസം കഴിയുമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിപ്പം കണ്ണവർ ടെസ്റ്റ് ചെയ്ത് നോക്കി. പക്ഷേ ഇങ്ങനെയുള്ള ഗ്ലാസ്സുകളൊക്കെ എന്ന് പറഞ്ഞാൽ അവർ പ്രത്യേകം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്ന് അത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് എടുത്ത് നോക്കി അതൊന്ന് വെച്ചൊക്കെ നോക്കുകയാണ്. അപ്പോൾ KFCയും കൂടെ വാങ്ങിച്ചിട്ടാണ് വന്നത്, വൈകിട്ട് അവർക്ക് കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ ആ പഴംപൊരി ഉണ്ടാക്കാനായിട്ട് അതവിടെ റെഡിയാക്കിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് ചെന്ന് അതുമൊക്കെ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഒന്ന് റെഡിയാക്കിയൊക്കെ എടുത്ത് കേട്ടോ, ചായയുടെ കൂടെ കൊടുക്കാനായിട്ട് ചായയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാർക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്ക് തന്നേക്കണേ. അതുപോലെ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ വന്നിട്ടുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വിശേഷങ്ങളായിട്ട് ഞാൻ ഉടനെ വരാം. ബൈ.